ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എനിക്കൊരു ഗ്രാജുവേഷൻ ഇല്ല, ഞാനൊരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡർ അല്ല. ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങനെ ഈ ഒരു ഏവിയേഷൻ ജോലിയിൽ എത്തിപ്പെട്ട്, അല്ലെങ്കിൽ ഞാൻ മിനിറ്റിന് 10 വട്ടം ഞാൻ പറയുന്നുണ്ട് ഡിഗ്രി ഇല്ലാണ്ട് നിങ്ങൾക്ക് ഏവിയേഷനിൽ കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ കയറി കഴിഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ പറയാനുള്ള ഏറ്റവും വലിയൊരു കാരണമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ ഞാൻ തന്നെ. എപ്പോഴും നിങ്ങൾക്ക് എന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. എനിക്കിപ്പോൾ നിയർലി 3 years ഓഫ് ഏവിയേഷൻ എക്സ്പീരിയൻസ് ഉണ്ട്. അതന്നെ ഒരു ഡയറക്റ്റ് എയർലൈൻ സ്റ്റാഫായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് വേറൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് റിജക്ഷൻസ് ആണ് വരുന്നത്. ആൻഡ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് അവർ പറഞ്ഞിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എനിക്ക് ഡിഗ്രി ഇല്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടാവും കുറേ പേര് മറ്റേ ഡിപ്ലോമ ഒക്കെ പഠിച്ചിട്ട് കുറേ ജോലിക്ക് കയറിയല്ലോ, ഏവിയേഷനിൽ എയർപോർട്ടിൽ ജോലി കയറിയല്ലോ, അല്ലെങ്കിൽ എയർലൈനിൽ ജോലി കയറിയല്ലോ എന്ന്. യെസ്, കയറുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, അത് 10-20 ആൾക്കാരിൽ നിന്ന് 1-2 ആൾക്കാർ മാത്രമേ കയറുന്നുള്ളൂ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം നിങ്ങളോട് പറയും +2 മതി ഏവിയേഷൻ ജോലിക്ക് കയറാമെന്ന്. ബട്ട് നോ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അങ്ങനെ ഒരു ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മെച്ചമുള്ളൂ. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോസ് നിങ്ങൾ ഒരു എയർലൈൻ അല്ലെങ്കിൽ ഒരു എയർപോർട്ട് ജോലിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കമ്പനിയിൽ തന്നെ സ്റ്റക്കായി പോകും. നിങ്ങൾക്ക് വേറൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ബിക്കോസ് വേറെ കമ്പനിയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ കൂടെ തന്നെ അവർ ചോദിക്കുന്ന ഒരു സംഭവമാണ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുന്നത്. ഈവൻ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൻ്റെ ഒരു ലിവിങ് പ്രൂഫാണ് ഞാൻ. ഇപ്പോൾ ഈ +2 കഴിഞ്ഞിട്ട് ഏവിയേഷൻ ഡിപ്ലോമ കോഴ്സ് എടുക്കാൻ നിൽക്കുന്ന പിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ഡിഗ്രി എടുത്തിട്ട് ഏവിയേഷൻ ഡിപ്ലോമ എടുക്കാൻ. ഏവിയേഷൻ ഡിപ്ലോമ എടുക്കാനും കൂടെ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഡിഗ്രി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് സ്റ്റാഫ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിഗ്രി തന്നെ ധാരാളമാണ്. വീണ്ടും നിങ്ങൾ ലക്ഷ്യങ്ങൾ മുടക്കിയിട്ട് പഠിക്കണം എന്നൊന്നുമില്ല. സോ ബെറ്റർ ചൂസ് ഓർ ബെറ്റർ ടേക്ക് എ ഡിഗ്രി ദെൻ കം ടു ഏവിയേഷൻ, ഓർ എൽസ് പ്ലീസ് ജസ്റ്റ് ഡോണ്ട് ചൂസ് ഏവിയേഷൻ ആസ് യുവർ കരിയർ. നിങ്ങൾ ഇന്ത്യയിലാണ് തുടരാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ടേക്ക് എ ഡിഗ്രി ദെൻ കം ബാക്ക് ടു ഏവിയേഷൻ and choose your career as your aviation. അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അടുത്തൊരു നല്ലൊരു വീഡിയോ എത്തുന്നതായിരിക്കും. ഇറ്റ്സ് മീ വാച്ച സൈനിങ്.